മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. NDPC ഗ്രാജുവേറ്റും NDPC അണ്ടർ ഗ്രാജുവേറ്റും നോട്ടിഫിക്കേഷൻ എന്താ വന്നേക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. NDPC ഗ്രാജുവേറ്റ് അതായത് CN നമ്പർ 06/2025 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 20 ഇനി NDPC അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ CN നമ്പർ 07/2025 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ നവംബർ 27 സോ നിങ്ങളുടെ മുമ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷനിലൊക്കെ അങ്ങോട്ട് പോകാൻ പോകുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, അവസാനമൊക്കെ എത്തുമ്പോഴാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് വരും. അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്? ഫോട്ടോ കൊണ്ടുപോകണോ? ഫോട്ടോയുടെ ഡയമെൻഷൻ ഏതാണ്? ഫോട്ടോ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അത് കഴിഞ്ഞാൽ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് ആണോ, ബ്ലൂ ഇങ്ക് ആണോ? ബ്ലൂ ഇങ്ക് ആണെങ്കിൽ റിജക്റ്റ് ആയി പോകുമോ? അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് വരും. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ വളരെ പതുക്കെ എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, എങ്ങനെ എല്ലാം നമുക്കൊന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സൂപ്പർ നോട്ട്സിന്റെ SSC RRBക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ആദ്യമേ അറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാം. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ഞാൻ NDPC ഗ്രാജുവേറ്റ് എടുക്കുകയാണ്. അപ്പോൾ NDPC ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ 6 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഒന്ന് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അതേപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പിന്നെ ട്രാഫിക് അസിസ്റ്റന്റ്. അങ്ങനെ 6 പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നു. അപ്പോൾ മക്കളെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഏത് സോണ് അപ്ലൈ ചെയ്യണം, ഏത് സോണാണ് സേഫ്, അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കി എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഈ ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ സോൺ സെലക്ട് ചെയ്യാവൂ, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാവൂ, എല്ലാം ചെയ്യാം. ഓക്കെ, ദെൻ NDPC അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 27 4 പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നു. കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പിന്നെ ട്രെയിൻസ് ക്ലർക്ക്. അങ്ങനെ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് സോണിലാണ് ഏറ്റവും അധികം വേക്കൻസി ഉള്ളത്, കട്ട് ഓഫ് എവിടെയാണ് കുറവായിട്ട് വന്നിട്ടുള്ളത്, അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. അത് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇവിടെ നോക്കി NDPC ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ NDPC ഗ്രാജുവേറ്റിന്റെ എക്സാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും NDPC ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം കൂടെ ചേർത്ത്, അതായത് NDPC ഗ്രാജുവേറ്റിന് ഒരു CBT 1 എക്സാം കാണും, എല്ലാത്തിനും കൂടെ ചേർത്ത് കോമൺ എക്സാം ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ NDPC അണ്ടർ ഗ്രാജുവേറ്റിനും ഈ 4 പോസ്റ്റുകൾക്കും കൂടെ ചേർത്തിട്ടാണ് CBT 1 എക്സാം വരുന്നത്. ദെൻ CBT 2 അതുപോലെ തന്നെയാണ്, കോമൺ എക്സാം തന്നെയാണ്, എല്ലാത്തിനും കോമൺ എക്സാം ആണ്. പക്ഷേ അവിടെ ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് സ്കില്ലുണ്ട്, ചില പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ലൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. ഇനി നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ഓക്കെ, അപ്പോൾ മക്കളെ, ഈ കാണുന്നതാണ് ലിങ്ക്, റെയിൽവേ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്, അല്ലെങ്കിൽ റെയിൽവേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, എവിടെയാണ് ഈ ലിങ്ക് കിടക്കുന്നത്? നമ്മളിപ്പോൾ RRB ചെന്നൈ എന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്തോ, ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇതിന്റെ ലിങ്കും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി അപ്ലൈ ചെയ്യാൻ പറ്റും, തപ്പി നടക്കണ്ട. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ കയറുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പേജിനകത്ത് ഇവിടെ 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് ലോഗിൻ, കണ്ടായിരുന്നോ? ഒന്നാമത്തെ ഓപ്ഷൻ വന്നിട്ട് ലോഗിൻ ആണ്, രണ്ടാമത്തെ ഇത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ്. സോ ലോഗിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി RRBയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് ഇതിന് മുമ്പുള്ള ഗ്രൂപ്പ് ഡി പരീക്ഷ, NDPC എക്സാംസിനെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും കാണും. അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേസമയം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിലും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പേജ് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ആ പേജിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ അക്കൗണ്ട് ഫോർ എനി CN issued by RRB in 2024 or 2025 are not required to register again. They should log in using the same username and password. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു RRBയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരെന്നല്ല, ഏതെങ്കിലും ഒരു RRBയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതുതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡിബാർ ചെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതേപോലെ ഒരു പേജിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനൊരു പേജിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിടപ്പുണ്ട്. ആദ്യം കൺട്രി ഓഫ് നാഷണാലിറ്റി, നമുക്ക് ഇന്ത്യക്കാരന്മാരാണ്.
ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ അത് കൊടുക്കുക. നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. മക്കളെ ഫുൾ നെയിം കൊടുക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഫുൾ നെയിം ആസ് റെക്കോർഡഡ് ഇൻ മെട്രിക്കുലേഷൻ ഓർ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, നിങ്ങളുടെ 10th ക്ലാസ്സിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ കിടക്കുന്നത്, ആ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത്, എങ്ങനെയാണോ സ്പേസ് വരുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പേര് അമൽ കൃഷ്ണയാണ്. അമൽ കൃഷ്ണ AM എന്നാണ് എൻ്റെ പേര്. അമൽ സ്പേസ് കൃഷ്ണയാണ്. പക്ഷേ SSLC സർട്ടിഫിക്കറ്റിനകത്ത് സ്പേസ് ഇല്ലാതെ അമൽ കൃഷ്ണ എന്ന് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതേ കൊടുക്കാവൂ? SSLC സർട്ടിഫിക്കറ്റിൽ എന്താണോ കിടക്കുന്നത് അത് തന്നെ നിങ്ങൾ പേരായിട്ടും കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, നമ്മുടെ പേര് എപ്പോഴെങ്കിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗസറ്റിലൊക്കെ പബ്ലിഷ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് നിങ്ങൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് വരും. സോ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ 10th ക്ലാസ്സിൽ എന്തൊക്കെയാണോ കിടക്കുന്നത് അത് തന്നെ ഇവിടെയും കൊടുക്കാം. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ചിലരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും SSLC സർട്ടിഫിക്കറ്റും തമ്മിൽ നല്ല വ്യത്യാസം കാണും. പക്ഷേ അത് നോക്കണ്ട. SSLC സർട്ടിഫിക്കറ്റിന് എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത്, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല മറിച്ച് SSLC സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത് അത് തന്നെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. മെയിൽ ആണോ ഫീമെയിൽ ആണോ, അച്ഛൻ്റെ പേര് താഴെ. നിങ്ങൾ അച്ഛൻ്റെ പേര് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ് SSLC സർട്ടിഫിക്കറ്റിനകത്ത് എന്ത് കിടക്കുന്നോ അത് തന്നെയാണ് നിങ്ങൾ അച്ഛൻ്റെ പേരായിട്ട് കൊടുക്കേണ്ടത്. സ്പേസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനിഷ്യലൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അമ്മയുടെ പേരും കൊടുക്കുക. ഇനി താഴേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു OTP വരും. ആ OTP എടുത്ത് നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ഫോൺ നമ്പർ നിങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്തേക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആധാർ വെച്ച് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഏതാണോ നിങ്ങളുടെ കൺവീനിയൻസ് അതൊക്കെ വെച്ച് നിങ്ങൾ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. മക്കളെ പാസ്വേഡ് ഒരു കാരണവശാലും മറന്നു പോകരുത്. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എഴുതിയിട്ടേക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജി ലോക്കറിനകത്ത് ഒരു പേജിനകത്തുള്ള പാസ്വേഡ് മൊത്തം ടൈപ്പ് ചെയ്തിട്ടേക്കുക. മാറിപ്പോകരുത്. പിന്നീട് നമുക്ക് ഇപ്പം നല്ല ഓർമ്മയാണ്, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഒന്ന് എഴുതിയിട്ടേക്കുക. അപ്പോൾ സാധാരണഗതിയിൽ അക്ഷയയിലൊക്കെ പോയി ചെയ്യുമ്പോൾ അവരവരുടെ പാസ്വേഡാണ്, അവരുടെ ഒരു കോമൺ പാസ്വേഡാണ് അവർ ഇട്ടേക്കുന്നത്. പക്ഷേ പിന്നീട് നമുക്കത് മറന്നു. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. അങ്ങനെ പാസ്വേഡൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെന്നോട്ടെ റോബോട്ടൊക്കെ കൊടുത്തിട്ട് കൺഫേം പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പേജിലേക്ക് നിങ്ങൾക്ക് പോവാം. അതായത് ഓക്കെ കൊടുത്ത് പോവാം. അപ്പോൾ ഓക്കെ കൊടുത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ആവും. നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള RRB നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ടിൻ്റെ കേസാണ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലൊരു പേജിലേക്ക് പോകുമ്പോൾ അവിടെ 2 ഓപ്ഷൻ കാണാം. ലോഗിൻ വിത്ത് ആധാർ, ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. ഇഷ്ടമുള്ള സാധനം വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നേരത്തെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തില്ലായിരുന്നു, അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID പാസ്വേഡും കൊടുത്ത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തേക്കുകയാണ്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇൻസ്ട്രക്ഷൻസും ബാക്കിയെല്ലാം പറഞ്ഞ് ഇങ്ങനൊരു പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് നോട്ടിഫിക്കേഷനാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. കണ്ടോ, ഇവിടെ ഫസ്റ്റ് കിടപ്പുണ്ട് CN 05/2025 ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനാണ്, JE നോട്ടിഫിക്കേഷനാണ്. അടുത്ത അതേപോലെ 06/2025 അത് NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ. അതേപോലെ തന്നെ 07/2025 NTPC അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇവിടെ 2 ടിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ 2 ഓക്കെ കൊടുത്ത ശേഷം നോക്കി, ഇവിടെ ഇങ്ങനെ 2 ഓക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നെക്സ്റ്റിലേക്ക് അങ്ങ് പോവാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതാത് നോട്ടിഫിക്കേഷനിലേക്ക് അങ്ങ് പോകും. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നേരത്തെ നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, ബാക്കിയെല്ലാം പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഫെച്ചായി വരും. അതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പോകുമ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് വേണം. അപ്പോൾ അവിടെ മക്കളെ നോക്കുക, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ NTPC ഗ്രാജുവേറ്റ് 6 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെയിൽവേ അന്തസ്സുള്ളവനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 6 പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താലും ഒരു കോമൺ ആപ്ലിക്കേഷൻ ഫീ മാത്രം മതി. അതായത് 500 രൂപ മാത്രം. മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 500 രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് ഈ 6 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
ദേവസ്വം ബോർഡേ ഇതൊക്കെ കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 6 പോസ്റ്റിലേക്കും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ കോമൺ ആയിട്ട് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എങ്ങനെയാണോ വരുന്നത് അത് വെച്ച് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. സിംഗിൾ ആപ്ലിക്കേഷൻ ഫീ ആണ്. മാത്രമല്ല എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 400 രൂപ തിരിച്ചു വരും. ഇനി ഫീമെയിൽ ആണെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള എമൗണ്ട് 250 രൂപയാണ്. എക്സാം എഴുതി കഴിഞ്ഞാൽ CBT 1 എഴുതി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം? ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ സർട്ടിഫിക്കറ്റ് ബാക്കിയൊന്നും ഫിസിക്കലായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പകരം എന്ത് ചെയ്താൽ മാത്രം മതി, സർട്ടിഫിക്കറ്റ് നമ്പർ മാത്രം അതിനകത്ത് കൊടുത്താൽ മതി. എല്ലാം അങ്ങനെയാണ്, എല്ലാ ഡോക്യുമെന്റ്സും ഫിസിക്കലായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ നമ്പർ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നമ്മുടെ +2 സർട്ടിഫിക്കറ്റിന്റെ നമ്പർ കൊടുക്കേണ്ടി വരും. സോ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക, +2 സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ NTPC ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ആധാർ നമ്പറാണ്. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെരിഫിക്കേഷൻ ബാക്കിയെല്ലാം നടക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് വേണം. ഏതൊക്കെയാണ്? ഒന്ന് SSLC സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ +2 സർട്ടിഫിക്കറ്റ് വേണം. സോ നിങ്ങൾ അക്ഷയയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത്രയും കൂടെ കയ്യിൽ കൊണ്ടുവച്ചേക്കുക. SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്. ഇനി അതേപോലെ നിങ്ങൾ മറ്റുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് OBC ആണെങ്കിലും EWS ആണെങ്കിലും SC ST ആണെങ്കിലും നിങ്ങൾ അത് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാം OBC NCL സർട്ടിഫിക്കറ്റിന് എന്തൊക്കെ വേണം. മക്കളെ, OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഫിസിക്കലായിട്ട് തഹസിൽദാറിൻ്റെ അടുത്തൊന്നും പോകണ്ട. പകരം എന്ത് ചെയ്താൽ മാത്രം മതി, നമ്മൾ അക്ഷയയിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അക്ഷയയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവരോട് നമ്മൾ പറയണം ആവശ്യം ഇതാണ്, എനിക്ക് സെൻട്രൽ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറക്കരുത്, പ്രത്യേകിച്ച് പറയുക. കാരണം നമ്മളിപ്പോൾ ഒരു PSC പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ അവിടെ വില്ലേജ് ഓഫീസർ ഒപ്പ് ഇട്ട സർട്ടിഫിക്കറ്റ് അവിടെ മതിയാവും. പക്ഷേ സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തഹസിൽദാർ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. തഹസിൽദാർ ഒപ്പുവെച്ചെന്ന് വെച്ചാൽ പുള്ളിക്കാരെ നേരിട്ടൊന്നും ഒപ്പിട്ട് തരത്തില്ല. ഡിജിറ്റലി സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അതുകൊണ്ട് അക്ഷയയിൽ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറയുക, എനിക്ക് റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ടാണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് തഹസിൽദാർ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് വേണം. അത് പ്രത്യേകിച്ച് പറയണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് എന്ത് വേണം? അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക, OBC NCL സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. 1 വർഷമാണ് വാലിഡിറ്റി വരുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ. അതെന്ന് വെച്ചാൽ April 1 മുതൽ March 31 വരെയാണ് അതിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾ April 1 മുമ്പാണ് സർട്ടിഫിക്കറ്റ് എടുത്തതെങ്കിൽ അവർ വീണ്ടും സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും. അഥവാ April 1 ശേഷമാണ് അവർ സർട്ടിഫിക്കറ്റ് എടുത്തതെങ്കിൽ വീണ്ടും എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അത് തന്നെ മതിയാവും. ബാക്കി SSC എക്സാമിനൊക്കെ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ റെയിൽവേ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് പേജുകളിലേക്ക് പോകുമ്പോൾ ആ പേജിൽ ഒരെണ്ണത്തിൽ കിടപ്പുണ്ട് OBC NCL സർട്ടിഫിക്കറ്റിന്റെ മാതൃക എന്തായിരിക്കണമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ആയിട്ട് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അഥവാ പെട്ടെന്നൊക്കെ കിട്ടണമെങ്കിൽ നേരിട്ടായാലും പോവാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ നിങ്ങൾ അക്ഷയയിലേക്ക് പോവുക. ഏതൊക്കെയാണോ? ഒന്ന്, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അത് കഴിഞ്ഞാൽ കരം തീർത്ത റെസീപ്റ്റിന്റെ കോപ്പി വേണം. ഇപ്പം നിങ്ങൾക്ക് സ്വന്തം പേരിലെ സ്ഥലമില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് വേണം. അത് കഴിഞ്ഞ് റേഷൻ കാർഡിന്റെ കോപ്പി വേണം. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സാലറി സർട്ടിഫിക്കറ്റ് വേണം. സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ, ഓക്കെ, ഗവൺമെന്റ് സർവീസിലല്ല, സാലറി സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു റേഷൻ കാർഡിൽ വരുമാനത്തിന്റെ ഒരു പേജ് കാണും, അത് കൊണ്ടുപോയാലും മതി. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡും കൂടെ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ട് OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതേസമയം SC ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അക്ഷയയിൽ തന്നെ പോയി അപ്ലൈ ചെയ്യാം. അവിടെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് വേണം. ഒന്ന്, SLC സർട്ടിഫിക്കറ്റ് വേണം, റേഷൻ കാർഡ് വേണം, പിന്നെ ആധാർ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SC ST സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, SC ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഓൾറെഡി എല്ലാവരുടെയും കയ്യിൽ കാണും. കാര്യം അവരെല്ലാ എക്സാമിനും അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് SC ST സർട്ടിഫിക്കറ്റ് വേണ്ട ഡോക്യുമെന്റ്സ്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് വേണം. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വേണം. എന്തിനാണ് അക്കൗണ്ട് നമ്പർ വേണ്ടത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ എങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ മറക്കരുത്, പൈസ തിരിച്ചു വരും. സോ ബാങ്ക് ഡീറ്റെയിൽസ് അതിനകത്ത് വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞ ഫോട്ടോ. സോ ഫോട്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെ പറയുന്നുണ്ടോ,
കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ നമുക്ക് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഫോട്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു QR കോഡ് കാണിക്കും. ആ QR കോഡ് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്താൽ അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മറക്കരുത്, ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. നമ്മൾ ഫോണിൽ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. മാത്രമല്ല നമ്മൾ വെള്ള കളർ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല. കാര്യം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, വെള്ള കളർ ഷർട്ട് അങ്ങനെയാണെങ്കിൽ തല മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വെള്ള കളർ ഷർട്ട് ഇടാൻ പാടില്ല. അത്യാവശ്യം ലൈറ്റും ബാക്കിയെല്ലാം വേണം. അപ്പോൾ നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് കണ്ണിങ്ങനെ ഒരു 3-4 തവണ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അതങ്ങ് ഫോട്ടോ എടുത്തോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോ നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് സിഗ്നേച്ചർ ആണ്. ഓക്കെ, സിഗ്നേച്ചർ. സോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മക്കളെ നോക്കാം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഏത് കളർ പേനയിലാണ് നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത്. ബ്ലാക്ക് കളർ ഇങ്കാണ്, മറക്കരുത്. ബ്ലാക്ക് കളർ ഇങ്കാണ് വേണ്ടത്, അല്ല നീലമഷിയല്ല. കറുത്ത കളർ പേന വെച്ച് വേണം നമ്മൾ സിഗ്നേച്ചർ ഇടാനായിട്ട്. മാത്രമല്ല സൈസ് പറയുന്നത് മിനിമം റെസൊല്യൂഷൻ 100 ഡോട്ട്സ് പെർ ഇഞ്ച് വേണം, 100 DPI വേണം. മാത്രമല്ല ഇമേജിന്റെ ഫോർമാറ്റ് JPG അല്ലെങ്കിൽ JPEG ആയിരിക്കണം. ദെൻ സൈസ് 30 GB-ക്കും 49 GB-ക്കും ഇടയ്ക്കായിരിക്കണം സൈസ് വേണ്ടത്. ദെൻ ഇമേജ് ഡയമെൻഷൻ ആണെങ്കിൽ 140 പിക്സൽ ഇൻറ്റു 60 പിക്സൽ ആയിരിക്കണം ഇമേജ് ഡയമെൻഷൻ വേണ്ടത്. അങ്ങനെ ആ ഡീറ്റെയിൽസ് ഒക്കെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിഗ്നേച്ചറിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്. ഇനി അത് കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ മുമ്പിൽ കിടപ്പുണ്ട്. 2 നോട്ടിഫിക്കേഷൻ എല്ലാവരും അപ്ലൈ ചെയ്യാം. NTPC ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സാണ്. OBC 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതേസമയം അണ്ടർ ഗ്രാജുവേറ്റും നോക്കുകയാണെങ്കിൽ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. OBC 33, SC ST ആണെങ്കിൽ 35. ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും, ഏജ് ലിമിറ്റ് ഉള്ള എല്ലാവരും അപ്ലൈ ചെയ്തോ. അപ്പോൾ ഏതാണ്ട് 8810 8800+ വേക്കൻസിയാണ് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർന്ന് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരു വേക്കൻസി മാത്രം മതി. അപ്പോൾ NTPC ഗ്രാജുവേറ്റ് ആണെങ്കിൽ മാൾഡ, അവിടെയൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ദെൻ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ കൊൽക്കത്ത, മുംബൈ ഒക്കെ നന്നായിട്ട് വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയതിന് ശേഷം മാത്രം സോൺ സെലക്ഷൻ കൊടുക്കുക, പോസിറ്റീവ് പ്രിഫറൻസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവസാനം ഒരു കിഡിലൻ പ്രിപ്പറേഷൻ വേണം. NTPCക്ക് വേണ്ടിയിട്ട് ഒരു തകർപ്പൻ പ്രിപ്പറേഷൻ വേണമെങ്കിൽ സൂപ്പർ നോട്ട്സ് ഒരു കിഡിലൻ ബാച്ച്, ഒരു അടിപൊളി ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാം. NTPC യാത്രി ബാച്ച് എന്നാണ് പേര്. അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും, സെറ്റ് ക്ലാസ്സസ് ആയിരിക്കും, അടിപൊളി നോട്ട്സ് ആയിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതൊരു CBT 1 + CBT 2 ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഈ ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബാച്ചിൽ നേരെ അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8281223366 ഒക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജോയിൻ ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സും ഏറ്റവും നല്ല നോട്ട്സും ഏറ്റവും നല്ല ടെസ്റ്റും ആയിരിക്കും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആവുന്നത്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ചോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോ. അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ക്ലാസ്സിക്കാം.